തന്ത്രത്തിലെ പൂർണ്ണസമാധിയിലെ അവസാനത്തെ 2 പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ. കർമ്മജ്ഞാനേന്ദ്രിയങ്ങൾ മനവുമാറിയുണ്ടാം സ്വസ്വരൂപത്തെ തൻ്റെ മൗനത്തിൽ പ്രതിഷ്ഠിച്ച് നിന്നിൽ ഈ വ്യവഹാരമൊക്കെ കെട്ടടങ്ങിയിടുവാൻ ഉന്നതമാം സംസാരമോചനം വരും താനെ. അപ്പോൾ സംസാരമോചനം വരും താനെ എപ്പോൾ? കർമ്മജ്ഞാനേന്ദ്രിയങ്ങൾ മനവും മാറിയുണ്ടാം സ്വസ്വരൂപത്തെ തൻ്റെ മൗനത്തിൽ പ്രതിഷ്ഠിച്ച് ഇരിക്കുമ്പോൾ വ്യവഹാരമൊക്കെ കെട്ടടങ്ങിയിടും. അപ്പോൾ ഈ ലോക വ്യവഹാരം കെട്ടടങ്ങണം. ലോക വ്യവഹാരം കെട്ടടങ്ങിയാൽ മാത്രമേ നമുക്ക് കർമ്മജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും മാറി കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ലോക വ്യവഹാരത്തിൽ മുങ്ങിത്താഴുന്നത് കൊണ്ടാണ് നമുക്ക് കർമ്മജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ഉണ്ടാകുന്നതും അത് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം ലോക വ്യവഹാരത്തിൽ മുങ്ങിത്താഴുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് വ്യവഹാരമൊക്കെ കെട്ടടങ്ങിയിടുകയിൽ ലോക വ്യവഹാരങ്ങളെല്ലാം കെട്ടടങ്ങുമ്പോൾ ഉന്നതമാം സംസാരമോചനം വരും താനെ. ഏറ്റവും ഉന്നതമായ സംസാര വിമുക്തി നമുക്ക് ലഭിക്കും. അപ്പോൾ മാത്രമേ സമാധി, പൂർണ്ണ സമാധി എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അതേവരെ നാം ലോക വ്യവഹാരത്തിൽ പെട്ട് മുങ്ങിത്താണുകൊണ്ട് കർമ്മജ്ഞാനേന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അടിമയായി ആ മനസ്സിൻ്റെ പിന്നാലെ പാഞ്ഞുപോയി, കർമ്മേന്ദ്രിയങ്ങളുടെ പിന്നാലെ പാഞ്ഞുപോയി, ജ്ഞാനേന്ദ്രിയങ്ങളുടെ പിന്നാലെ മാഞ്ഞുപോയി വ്യവഹാര ലോകത്തിൽപ്പെട്ട് ഉഴലുന്നു. ഈ വ്യവഹാര ലോകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒതുക്കണം. അങ്ങനെ ഒതുക്കുമ്പോൾ വ്യവഹാരമൊക്കെ കെട്ടടങ്ങും. ലോക വ്യവഹാരമെല്ലാം കെട്ടടങ്ങും. ലോക വ്യവഹാരം കെട്ടടങ്ങിയാൽ ഉന്നതമായ സംസാരമോചനം നമുക്ക് ലഭിക്കും. ഈ വ്യവഹാരിക ലോകത്ത് നിന്ന് നമുക്ക് മോചനം ലഭിക്കും, ആത്മസുഖം ലഭിക്കും. ഈ ആത്മസുഖമാണ് സമാധിയിലേക്ക് ഒരു സാധകനെ നയിക്കുന്നത്. അപ്പോൾ തിരുമൂലദേവൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒതുക്കണം. അങ്ങനെ ഒതുക്കിയാൽ മാത്രമേ ലോക വ്യവഹാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സംസാര സമുദ്രത്തിൽ നിന്ന് കരകയറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കർമ്മജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഇല്ലാതാക്കേണ്ടത് എന്നുള്ള ഒരുപാട് യോഗ സാധനകൾ തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യവഹാര സംസാരത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനം ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഒതുക്കുക എന്നാണ്. നാം ഇന്ദ്രിയങ്ങളുടെ പിന്നാലെയാണ് പാഞ്ഞു പോകുന്നത്. ഈ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒതുക്കാൻ വളരെ പ്രയാസമാണെങ്കിലും അത് സാധ്യമാണ്. എങ്ങനെ സാധിക്കും? കർമ്മേന്ദ്രിയങ്ങളെ അതിൻ്റെ മൂലത്തിൽ കൊണ്ട് കെട്ടുക. കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും മൂലം എന്ന് പറയുന്നത് എന്താണ്? മൂലമായ ആത്മബോധമാണ്. ബോധത്തിൽ കൊണ്ട് കെട്ടുക. അതായത് ശിവബോധത്തിലേക്ക് ഈ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും പുറകോട്ടേക്ക് ജന്മഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. ആ ജന്മഗ്രഹത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളും മനസ്സും ജന്മഗ്രഹമായ
ശിവബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലോക വ്യവഹാരങ്ങളെല്ലാം കെട്ടടങ്ങും. അങ്ങനെ ലോക വ്യവഹാരങ്ങൾ കെട്ടടങ്ങുമ്പോൾ മനസ്സും അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങളും ശൂന്യമായിത്തീരും, ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇതിനെയാണ് മൗനം എന്ന് തിരുമൂലാചാര്യൻ വിളിക്കുന്നത്. അപ്പോൾ മൗനം എന്ന് പറയുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും അതിൻ്റെ മൂലമായ ശിവബോധത്തിൽ ലയിച്ചു ചേരുന്നതിനെയാണ്. ശിവബോധത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിവബോധം മാത്രമേ ഉള്ളൂ, ശിവത്വം മാത്രമേ ഉള്ളൂ. അത് നിതാന്തമായ ദക്ഷിണാമൂർത്തിയുടെ മൗനമാണ് താനും. ഈ മൗന സാധനയെക്കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ ഇതിനു മുമ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തിരുമൂലദേവൻ പറയുന്നത് നിതാന്തമായ മൗനമെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അടക്കമാണ്. അവയെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ ഇന്ദ്രിയങ്ങളെയും അതേപോലെ മനസ്സിനെയും അതിൻ്റെ മൂലമായ ശിവബോധത്തിൽ ലയിപ്പിക്കുക, ശിവചിന്തയിൽ ലയിപ്പിക്കുക. നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്ര സാധനയിലൂടെ തന്നെ ഇത് സാധിക്കും. ആ പഞ്ചാക്ഷരി മന്ത്രം തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശിവബോധത്തിൽ കൊണ്ട് എത്തിക്കുകയും അങ്ങനെ ജന്മഗ്രഹമായ ബോധതലത്തിലേക്ക് ഇവ എത്തിച്ചേരുമ്പോൾ ബോധോദയം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതാണ് സമാധി സുഖം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ശ്രീബുദ്ധൻ നമ്മളോട് പറഞ്ഞത്. ഈ നിർവ്വാണ സങ്കല്പം തന്നെയാണ് ശ്രീബുദ്ധൻ പറഞ്ഞത്. ശ്രീബുദ്ധൻ മാത്രമല്ല, എല്ലാ ആചാര്യന്മാരും നമ്മളോട് പറയുന്നത് ഈ മൗനത്തിൻ്റെ ശൂന്യതയെക്കുറിച്ചിട്ടാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആചാര്യനുണ്ട്, സെൻ ഗുരുവായ സോസാൻ. സോസാനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഓഷോയാണ്. ഓഷോയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചതും സോസോൻ എന്ന ആ സെൻഗുരുവാണ്. സെൻഗുരുവിൻ്റെ ദർശനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പലപ്പോഴും ഓഷോ കടന്നു ചെന്ന് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പ്രഭാഷണത്തിൽ സോസാൻ പറഞ്ഞതിനെക്കുറിച്ചിട്ട് ഇവിടെ വ്യക്തമാകുന്നുണ്ട്. ഇതാ നോക്കൂ, നമുക്ക് സെൻ ഗുരുവായ സോസാൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. ദാ നോക്കൂ, മനസ്സിനെ ഉപേക്ഷിക്കുമ്പോൾ മുഴുവൻ ലോകവും അപ്രത്യക്ഷമാകും. കണ്ടോ, ഇതാണ് മനസ്സിനെ ഉപേക്ഷിക്കുമ്പോൾ മുഴുവൻ ലോകവും അപ്രത്യക്ഷപ്പെടും. അതായത് ഈ ലോക വ്യവഹാരം മുഴുവനും നമുക്ക് അനുഭവപ്പെടുന്നത് മനസ്സുള്ളത് കൊണ്ടാണ്. ഈ വ്യക്തി മനസ്സിനെ ശിവമനസ്സാക്കി മാറ്റിക്കഴിഞ്ഞാൽ വ്യക്തി മനസ്സില്ലാതായിത്തീരും. അതായത് ശിവബോധത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ലയിപ്പിക്കുക. അങ്ങനെ ശിവമനസ്സിലേക്ക് ലയിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശിവബോധത്തിൽ ലയിച്ച് ഈ ലോകവ്യവഹാരത്തിൽ നിന്നും ഈ ലോകബോധത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തും. മനസ്സ് മാറുമ്പോൾ വിഷയങ്ങൾ മാറുന്നു. അപ്പോൾ അവ വിഷയങ്ങളല്ലാതാകുന്നു. അപ്പോൾ നിങ്ങൾ എവിടെ അവസാനിക്കുന്നുവെന്നോ കാര്യങ്ങൾ എവിടെ ആരംഭിക്കുന്നുവെന്നോ അറിയാതാകും. അതിരുകൾ ഇല്ലാതാകും, അതിരുകൾ അപ്രത്യക്ഷമാകും. ഇതാണ് സോസാൻ പറയുന്നത്. പിന്നെയും അദ്ദേഹം പറയുന്നുണ്ട്, മനസ്സിനെ ഉപേക്ഷിക്കൂ, വിഷയങ്ങൾ അതോടെ അപ്രത്യക്ഷമാകും. സ്വപ്നങ്ങൾ ആദിമൂലങ്ങൾ അപ്രത്യക്ഷമായി. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നല്ലൊരു സ്വപ്നത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുകയാണ്. മനസ്സിൻ്റെ എല്ലാ ശ്രമങ്ങളും മെച്ചമായ സ്വപ്നങ്ങൾ നെയ്യുന്നതിലാണ്. മനസ്സിന് നല്ല സ്വപ്നങ്ങൾ നൽകാനാവുമെന്ന് ചിന്തിക്കാതിരിക്കുക. സ്വപ്നം വെറും സ്വപ്നം മാത്രമാണ് എന്ന് തിരിച്ചറിയുക. നല്ല സ്വപ്നമാണെങ്കിൽ തന്നെയും അതൊരു തൃപ്തികരമായ കാര്യമല്ല. അതിനൊരിക്കലും നിങ്ങൾക്ക് ആഴമേറിയ സന്തുഷ്ടി നൽകാനാവില്ല. സ്വപ്നം വെറും സ്വപ്നം മാത്രമാണ്. അപ്പോൾ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കുമ്പോഴാണ് ശിവബോധത്തിൽ മനസ്സ് ലയിച്ച്
ചേരുന്നത്. ഇന്ന് ഈ നിമിഷം, ഈ പ്രത്യക്ഷ നിമിഷത്തിൽ നാം ജീവിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശിവബോധത്തിൽ ലയിച്ചു ചേരുന്നത്. പിന്നീടും സോസാൻ പറയുന്നുണ്ട്, ആ സെൻ ഗുരു പറയുന്ന വാക്കുകൾ നോക്കൂ. നിങ്ങൾക്ക് അനന്തപൂർണതയെ പ്രാപിക്കാൻ കഴിയും. പുണ്യവാളിന് ജന്മം നൽകുന്നത് ഈ മഹാ അനന്തപൂർണതയാണ്. മുള്ളിനെയും പൂവിനെയും സൃഷ്ടിക്കുന്നതും അനന്തപൂർണതയ്ക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങൾ ആ അനന്തപൂർണതയ്ക്ക് വഴങ്ങിക്കൊടുക്കുക. ഒരു വേർതിരിവും നടത്തേണ്ട. നിങ്ങൾ ആ അനന്തപൂർണതയ്ക്കൊപ്പമാകുമ്പോൾ എല്ലാം നിങ്ങൾക്ക് അറിയാനാകും. ഇതാണ്. പിന്നെയും അദ്ദേഹം പറയുന്നു, രൂപത്തിൻ്റെ അർത്ഥം വാക്കെന്നും പശ്ചാത്തലത്തിൻ്റെ അർത്ഥം നിശബ്ദതയും എന്നാണ്. കണ്ടോ? അപ്പോൾ പശ്ചാത്തലത്തിൻ്റെ അർത്ഥം മൗനമാണ്. ഈ അറിവിൽ രൂപവും പശ്ചാത്തലവും ഒന്നായി ചേരുകയാണ്. അതായത് നിശബ്ദതയും വാക്കും ഒന്നാവുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ പറയാനാവും? എന്നിരുന്നാലും ഇത് പറയേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ ഇത്തരം കാര്യങ്ങളെ ദാഹിച്ച് വളരെ പേരിയ്ക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഇവരുടെ ഹൃദയം അത്ര യാത്ര ആരംഭിക്കും. അതുകൊണ്ടാണ് സോസാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. കണ്ടോ? അറിവിൽ രൂപവും പശ്ചാത്തലവും ഒന്നായി ചേരുകയാണ്. നിശബ്ദതയും വാക്കും ഒന്നാവുകയാണ്. അപ്പോൾ നിശബ്ദതയും വാക്കും, അതായത് മൗനവും വാക്കും ഒന്നായിത്തീരും. ഇതിനാണ് ഉപനിഷത്തും പറയുന്നത്. നിങ്ങളുടെ മനസ്സ് വാക്കിൽ പ്രതിഷ്ഠിതമായിരിക്കട്ടെ, വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിതമായിരിക്കട്ടെ, മനസ്സ് ആത്മാവിൽ പ്രതിഷ്ഠിതമായിരിക്കട്ടെ, ശിവബോധത്തിൽ പ്രതിഷ്ഠിതമായിരിക്കട്ടെ എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ഉപനിഷത്തുകളായാലും മറ്റ് ആചാര്യന്മാർ ആയാലും മഹാമൗനത്തിലൂടെ നമുക്ക് ഈ ലോക വ്യവഹാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. മഹാമൗനം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ജന്മഗ്രഹത്തിലേക്കുള്ള മടക്കമാണ്. ജന്മഗ്രഹം ഏതാണ്? അത് ശിവബോധമാണ്. ശിവാലയമായ ആ ശിവബോധമാണ്. ആ ശിവബോധത്തിലേക്ക് മടങ്ങിയെത്തിയാൽ, ജന്മഗ്രഹമായ ശിവബോധത്തിലേക്ക് മടങ്ങിയെത്തിയാൽ നമ്മുടെ മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളും എല്ലാം ശിവാത്മകമായി മാറും. നമ്മൾ തന്നെ ശിവനായി മാറുന്ന പ്രക്രിയ അതോടെ സംഭവിക്കുന്നു. അപ്പോൾ തിരുമൂലദേവൻ മുതൽ സെൻ ഗുരുവായ സോസാൻ വരെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ വ്യവഹാരങ്ങളെല്ലാം, ഈ ലോക വ്യവഹാരങ്ങളെല്ലാം നമ്മിൽ കുത്തിവയ്ക്കുന്നത് നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് മനസ്സിനെ ശ്രദ്ധിക്കുക. മനസ്സ് അതിൻ്റെ മൂലമായ ശിവബോധത്തിൽ ലയിപ്പിക്കുക. ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അതിൻ്റെ ഉറവിടമായ ശിവബോധത്തിൽ അലിഞ്ഞു ചേരട്ടെ. അങ്ങനെ ജന്മഗ്രഹത്തിലേക്കുള്ള ഒരു മടക്കയാത്രയായി തീരട്ടെ നമ്മുടെ ജീവിതം. അതോടെ നാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടും. നമ്മുടെ ജീവിതം സ്വാതന്ത്ര്യമായി തീരും. ഈ സ്വാതന്ത്ര്യത്തെയാണ് ശിവബോധം എന്ന് വിളിക്കുന്നത്. ഇതാണ് തിരുമൂലദേവൻ ഈ പാടലിൽ വിവരിക്കുന്നത്. ഇനി അടുത്തതും കൂടെ നമുക്ക് നോക്കാം. വാക്കോട് മനവും രണ്ടും മൗനമാണെന്ന് കാണൂ, വാക്കറ്റ് മൗനിയായാലും എന്നത്രേ ചൊല്ലും. വാക്കോട് മനവുമറ്റ ശുദ്ധമായി തീരും ജീവൻ, പാർക്കിലീ ശുദ്ധിയെത്താൻ അരുളെന്നതറിയോ. കണ്ടോ? ഇവിടെ നേരത്തെ സോസാൻ പറഞ്ഞത് തന്നെയാണ് തിരുമൂലദേവൻ ഈ വാക്കിൽ പറയുന്നത്. വാക്കോട് മനവും രണ്ടും മൗനമാണെന്ന് കാണൂ. വാക്കും മനവും, വാക്കും മനസ്സും. മനസ്സ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? മനസ്സിൽ നിന്നാണ് വാക്കുണ്ടാകുന്നത്. ശ്രദ്ധിക്കൂ, നമ്മുടെ ഓരോ വാക്കും നമ്മുടെ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ മനസ്സും വാക്കും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഈ വാക്കും മനവും എവിടെ ചെന്നെത്തിച്ചേരണം? മൗനശിവനിൽ ചെന്നെത്തിച്ചേരണം, ദക്ഷിണാമൂർത്തിയിൽ ചെന്നെത്തിച്ചേരണം.
അപ്പോൾ വാക്കറ്റ്, വാക്ക് ഇല്ലാതായിത്തീരും, വാക്ക് മൗനമായിത്തീരും. മൗനിയായാലും എന്നത്രേ തുല്യം. അങ്ങനെ വാക്ക് മൗനമാകുമ്പോൾ ബാഹ്യമായും ആന്തരികമായും വാക്ക് മൗനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാക്കോട് മനവും മറ്റ് ശുദ്ധമായിത്തീരും, ശുദ്ധബോധത്തിലേക്ക്, ശുദ്ധ ശിവബോധത്തിലേക്ക് എത്തിച്ചേരും. ജീവൻ പാർക്കൽ ഈ ശുദ്ധിയെ താൻ അരുളെന്നറിയൂ. ജീവൻ്റെ ഈ ശുദ്ധിയെയാണ് നാം അരുള് എന്ന് പറയുന്നത്. ജീവൻ തന്നെ ശിവമായി മാറുന്ന അവസ്ഥയെയാണ് ശിവാനുഗ്രഹം എന്ന് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ജീവൻ പാർക്കിൽ ഈ ശുദ്ധിയെ താൻ അരുളുന്നത് ആരറിയും? ആരും അറിയുന്നില്ലേ സത്യം? അതുകൊണ്ട് അല്ലയോ സാധക, നീ സത്യം അറിയൂ. വാക്കറ്റ് മനമറ്റ് ശുദ്ധമായി തീരുക ജീവൻ. അങ്ങനെ ജീവൻ ശുദ്ധമായി തീരുമ്പോൾ ശുദ്ധി തന്നെ അരുളായി, ശിവാരുളായി നമ്മിൽ നിലനിൽക്കും. ഈ സത്യത്തെ അല്ലയോ സാധക നീ അറിയുക. ഇതോടെ പൂർണ്ണസമാധി എന്ന ആ അധ്യായം കഴിയുകയാണ്. ഇനി നമുക്ക് ബാക്കി അടുത്ത ദിവസം എടുക്കാം. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.